ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള കറി ചെയ്യാൻ പോവുക. അപ്പം അതിന് നമുക്ക് ആദ്യം വേണ്ടത് എന്താ മെത്തി ലീഫ്. ഇതിനിപ്പം നമുക്ക് ലീഫൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ തണ്ട് ഈ വലിയ തണ്ട് ഇടല്ലോ. ഓക്കെ, വലിയ തണ്ട് ഇടാതെ ചെറിയ ഈ ലീഫെല്ലാം ഇതിനകത്തുനിന്ന് നമുക്ക് പിക്ക് ചെയ്തെടുക്കണം. ലീഫെല്ലാം പിക്ക് ചെയ്തെടുത്തിട്ട് ഇതൊന്നും ഇടല്ല, യൂസ് ചെയ്യരുത്. ഇതൊക്കെ ഇട്ടാൽ ഒരു കഴിക്കുന്ന ടേസ്റ്റ് വരും. ഓക്കെ, അപ്പം ഇത് ലീഫെല്ലാം പിക്ക് ചെയ്തെടുക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പൊട്ടറ്റോ ഇത് പുഴുങ്ങി വെച്ചേക്കുന്നത് ബോയിൽഡ് പൊട്ടറ്റോയാ. പിന്നെ ആവശ്യമുള്ളത് ഒരു ഒണിയൻ. ഓക്കെ, ഒണിയൻ എടുത്ത് വെച്ചേക്കാം. നമുക്ക് ആദ്യം ഇത് എല്ലാം പിക്ക് ചെയ്ത് കഴിയുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് കാണാം. അതനുസരിച്ചിട്ട് പൊട്ടറ്റോ മേ ബി 3 വേണമായിരിക്കും. പിന്നെ ഇതിൻ്റെ ചിലപ്പോൾ ഹാഫ് ഒണിയനായാലും മതിയായിരിക്കും. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വരുമ്പോൾ നമുക്കത് എടുക്കാം. പിന്നെ ഗ്രീൻ ചില്ലി, ഇതിപ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ ഇഷ്ടമുള്ളവർക്കെങ്കിൽ ആവശ്യത്തിന് ഇടുക. പിന്നെ കുറച്ച് കറി ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള മസാലകൾ എന്ന് വെച്ചാൽ ഹാഫ് ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, ദെൻ 1 ടീസ്പൂൺ ഗരം മസാല. പിന്നെ കുറച്ച് ഓയിലും വേണം, ആവശ്യത്തിന് സാൾട്ടും. ഓക്കെ, പിന്നെ ഇത് കടുക് വറുക്കാൻ. ഓക്കെ, സീസണിങ് ചെയ്യാനുള്ള സാധനങ്ങൾ. അതിനകത്ത് കുറച്ച് മസ്റ്റാർഡും കുമിൻ സീഡും റെഡ് ചില്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കടുകും ജീരകം മുളകും. ഓക്കെ, ഇത് 3 കൊണ്ട് നമുക്ക് കടുക് വറുത്തിട്ട് ഇതൊക്കെ ഫ്രൈ ചെയ്ത് ഒണിയനൊക്കെ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കാം. പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കൊറിയാണ്ടർ ലീഫ് എടുത്ത് വെക്കാം. അത് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം കൊറിയാണ്ടർ ലീഫ് അത് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇതിന്, ഈ പൊട്ടറ്റോയും ഈ ഫിനിഗ്രീക്ക് ലീഫ് കൂടെയുള്ള ഒരു കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഓക്കെ, ഞാൻ ആ എല്ലാം ഇങ്ങനെ അതിനകത്തുനിന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ല. ഫസ്റ്റിൽ ക്ലീൻ ചെയ്ത് എന്നിട്ട് ഞാൻ അതിനകത്തുനിന്ന് ഇങ്ങനെ ഇരുന്നത് ഈ ഇതിൽ നിന്ന് അതെല്ലാം ഞാൻ പിക്ക് ചെയ്ത് ഇങ്ങനെ എടുക്കണം. ഇത് പുഴുങ്ങിയ ബോയിൽഡ് പൊട്ടറ്റോയാണ്. അപ്പം ഒന്ന് മാഷ് ചെയ്തെടുക്കണം. പിന്നെ ഇത് ഓണിയൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ഓണിയൻ മതിയായിരിക്കും. ഓക്കെ, അരിയണം. പിന്നെ പച്ചമുളകും ഒക്കെ എടുത്ത് അരിഞ്ഞ് വെക്കാം. ഓയിൽ ഞാൻ കോക്കനട്ട് ഓയിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒലിവ് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. ഓക്കെ, എന്ത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് എല്ലാം നന്നായിട്ട് ഇങ്ങനെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് പിക്ക് ചെയ്ത് ലീഫെല്ലാം പിക്ക് ചെയ്ത് വേറെ ആക്കി വെച്ചേക്കുക. പിന്നെ ഹാഫ് ഓണിയൻ ഇതുപോലെ ഇങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ച് ഹാഫ് ഓണിയൻ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ 3 മീഡിയം സൈസ് പൊട്ടറ്റോ മാഷ് ചെയ്ത് വെച്ചേക്കുന്നത്, ബോയിൽഡ് പൊട്ടറ്റോ ആയിരുന്നത്, മാഷ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയോ ചെയ്യണം. ഇപ്പം നമുക്ക് പിന്നെ ഗ്രീൻ ചില്ലി ഞാൻ കട്ട് ചെയ്ത് വെച്ചു, കറി ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആക്കി. ഇപ്പം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഉലുവ അല്ലേ ഇത് തിന്നാ ശരിക്കും. ചിലർ കട്ട് ചെയ്തെടുക്കും, അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. ഓക്കെ, ഇതിനിട്ട് നമുക്ക് വാട്ടിയെടുത്താൽ മതി. ഇപ്പോൾ ഒരു പാനൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് ഓൺ ചെയ്ത് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ആഡ് ചെയ്യാം. ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന അതില്ലേ ഇല്ല, ആ ലീഫ് എടുത്തിട്ട് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം. ഒന്ന് വാട്ടിയാൽ മതി. പറഞ്ഞത് ഒന്ന് നിൽക്കാൻ പോകും. നമുക്കൊരു ബഞ്ച് എടുത്തായിരുന്നു, ഞാനത് വാട്ടിയപ്പോഴത്തേനുണ്ട് ഇത്രയായിട്ട് മാറി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ ഇട്ട് സവാളയൊക്കെ വഴറ്റാൻ തുടങ്ങാം. ഞാൻ അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പാൻ തന്നെ എടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്കൊന്ന് കടുക് വറുക്കാം. ഓക്കെ, കടുക് വറുത്തിട്ട് നമുക്ക് സവാളനകത്തോട്ടിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ കടുക് വറുക്കാൻ എടുത്ത് വെച്ചിട്ടില്ലേ, എണ്ണ ഓൾറെഡി ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകും ആ ജീരകവും പിന്നെ ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കാം. ഈ കടുകൊക്കെ പൊട്ടുന്നുണ്ട്. പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടില്ലേ ഒരു ഹാഫ് ഓണിയൻ, അതിനകത്തോട്ടിട്ടൊന്ന് വഴറ്റണം. എണ്ണ കുറവാണെന്ന് തോന്നി നമ്മൾ വേണമെങ്കിൽ മിക്സ് ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ആ കടുക് വറുത്ത എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയെടുത്താൽ മതി.
എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാട്ടുമ്പോൾ കുറച്ച് സാൾട്ടില്ലേ അതിനകത്തോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ വേഗത്തിൽ അങ്ങനെ വാടി വരും. ഇനിയിപ്പോൾ നമുക്ക് ആ പൊടികൾ എടുത്ത് വെച്ചിരിക്കുന്നില്ലേ അത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഗരം മസാല, പിന്നെ എന്താ പറയുക മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഓക്കെ, ഇത് ചൂട് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചേക്കുക. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ ഗ്രീൻ ചില്ലിയൊക്കെ ആഡ് ചെയ്ത് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഇങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്നില്ലേ ഇതിനെ ഇങ്ങോട്ട് ആഡ് ചെയ്യാം. ഇപ്പം ആ ഉലുവച്ചീര ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇതിനകത്തോടൊന്ന് ഒന്നുകൂടൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ട് വരട്ടെ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ കയ്പ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പൊട്ടറ്റോ അതിനകത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ പൊട്ടറ്റോ ഇപ്പം ഞാൻ ഒരു 3 ഇങ്ങനെ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇത് നോക്കിയിട്ട് ആവശ്യമുള്ളത്ര പൊട്ടറ്റോ അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് പൊട്ടറ്റോ ആഡ് ചെയ്ത് നോക്കണം എനിക്ക് എത്രത്തോളം ഇതിന് ആവശ്യമുണ്ടെന്ന്. ഓക്കെ, എന്നിട്ട് നോക്കട്ടെ 3 പൊട്ടറ്റോ ചിലപ്പോൾ വേണ്ടി വരും. ഞാൻ ആ 3 പൊട്ടറ്റോയും ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അങ്ങനെ കഴിക്കുമൊന്നുമില്ല. ഞാനൊരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലുമായിട്ടിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുത്തായിരുന്നു. ഉലുവ ഇലയിട്ടിട്ട്. പിന്നെ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചപ്പാത്തിക്കൊക്കെ പറ്റിയൊരു കറിയാണ് ഇത്. ശരിക്കും ഇതിങ്ങനെ കുഴഞ്ഞ് ഇരിക്കണം, മാഷ് ചെയ്തിരിക്കണം. വേണമെങ്കിൽ ഒരു ഇത്തിരി വെള്ളം അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകാം. എന്നിട്ട് നമുക്കിതിനെ പറ്റിച്ചെടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നല്ലോ ഇപ്പോൾ, പക്ഷേ അതെല്ലാം അങ്ങ് പോയി. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ എടുക്കണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. അതല്ല കുറച്ചുകൂടി വെള്ളം ഇങ്ങനെ കറിയായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഇതിങ്ങനെ തിക്കായിട്ടിരിക്കണ കറിയൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉള്ളത്. കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തന്നുള്ളൂ. പക്ഷേ അതിങ്ങനെ തിക്കായിട്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്തു. നമുക്കൊരു ബൗളിലോട്ട് മാക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇത്തിരി എടുത്തത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ കയ്പ്പ് അങ്ങ് പോകും. അത് കഴിയുമ്പോൾ ഉലുവായ്ക്ക് ഒരു നല്ല റിയലി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ വരും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊരു ബൗളിലൊക്കെ എടുത്ത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ഗാർണിഷ് വേണമെങ്കിൽ കൊറിയാണ്ടറൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തോ, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. പിന്നെ അല്ലെങ്കിൽ കൊറിയാണ്ടറോ ഓണിയനൊക്കെ വേണമെങ്കിൽ ഓരോരുത്തർ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്ത് യൂസ് ചെയ്യാം. എനിവേ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കറി നിങ്ങൾക്ക് ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഇതിൻ്റെ ഉപ്പ് നോക്കണം കേട്ടോ ആവശ്യത്തിന്. ഞാൻ പറഞ്ഞു നേരത്തെ വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഈ പൊട്ടറ്റോയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ ഇച്ചിരി വേണമായിരുന്നപ്പോൾ ഇത്തിരി ഇട്ടു. അപ്പം അങ്ങനെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നല്ല ആവശ്യത്തിനൊക്കെ ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ നോക്കണം, ആവശ്യമുള്ള ഉപ്പൊക്കെ ഇടുക. അതുപോലെ ഗ്രീൻ ചില്ലി ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഇടാം, എരിവ് വേണമെങ്കിൽ. ഓക്കെ, ഞാനൊരു സെർവിങ് ബൗളിലോട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. യമ്മി ആയിട്ടുള്ളൊരു ഉലുവ ഇലയും പൊട്ടറ്റോ കറിയും കൂടെ അല്ല ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയത്. ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം 1 കപ്പ് കോഫിയൊക്കെ ആയിട്ട് നമുക്ക് ഞാൻ വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കൊറിയാണ്ടർ ലീഫൊക്കെ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടി. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ശരിക്കും ഒന്നുമില്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഈ ചപ്പാത്തിയും കുട്ടിയൊക്കെ. ഞാൻ ഒരു ചെറിയ പീസ് ചപ്പാത്തി എടുത്തു. അതിനകത്തോട്ട് കുറച്ച് കറിയൊക്കെ വെച്ചിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിതുപോലെ ചപ്പാത്തിക്കൊക്കെ ഇതുപോലെ ഉലുവ ചീര വാങ്ങിച്ചിട്ട് വിനെഗ്രേറ്റ് ലീഫ് വാങ്ങിച്ച് പൊട്ടറ്റോ ആയിട്ട് മിക്സ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്താൽ റിയലി യമ്മിയായിട്ടുള്ളൊരു കറി കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ ഈവൻ കൊറിയാണ്ടർ ലീഫ് പോലും ഞാൻ ഇട്ടിട്ടില്ല, ഗാർണിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു നല്ല ഹെൽത്തി ആയതല്ലേ ഉലുവയില, ശരിക്കും ഹെൽത്തി ഒത്തിരി. അപ്പം അങ്ങനെ നിങ്ങളും ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.